ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2025 ന്യൂ ഇയർ. നിങ്ങൾക്കെല്ലാവർക്കും പുത്തനാണ്ടിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷം 2024 ഇതാ കടന്നു പോവുകയാണ്. ഈ കഴിഞ്ഞ വർഷം ദൈവം നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നു. അതിനെല്ലാറ്റിനും നമ്മൾ നന്ദി പറയണം. 2024 നമ്മുടെ രൂപതയുടെയും ഇളയവനായ എൻ്റെയും ജൂബിലി വർഷമായിരുന്നു. നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കാര്യപരിപാടികൾ നടത്തി. അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ കിട്ടി. അതോട് ചേർന്ന് നമുക്കും നമ്മുടെ നാടിനും കുടുംബത്തിനും ലോകത്തിനുമൊക്കെ വിവിധങ്ങളായ സങ്കടങ്ങളും വിഷമങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി, അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളും എല്ലാം വന്നു. എന്നാലും അതിൽ നിന്നെല്ലാം കരകയറ്റി നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ പുതിയ വർഷം 2025 ഈശോയുടെ ജൂബിലി വർഷം കൂടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്നുള്ള മാർപ്പാപ്പായുടെ സന്ദേശം, പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ള സന്ദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഗലാത്യക്കാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 26-ാമത്തെ വചനത്തിലെ പൗലോസ് പറയുകയാണ്, യേശുവിൽ സ്നാനപ്പെട്ട എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന്. ഇതാണ് നമുക്ക് പ്രത്യാശയ്ക്ക് ഉള്ള കാരണം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് ബോധ്യപ്പെടുന്ന ഓരോരുത്തർക്കും ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ് എന്ന് ബോധ്യപ്പെടുകയും ആ വിശുദ്ധിയിലും ആ ശക്തിയിലും ധൈര്യത്തിലും ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2025 365 ദിവസവും അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സന്തോഷം വരുമ്പോൾ നല്ലൊരു സന്തോഷിക്കുവാനും എന്നാൽ അമിതമായി സന്തോഷിക്കാതിരിക്കുവാനും, അതേസമയത്ത് സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ അവ പ്രത്യാശയോടുകൂടി സ്വീകരിക്കുവാനും സമചിത്തതയോട് കൈകാര്യം ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി പുത്തനാണ്ടിൻ്റെ എല്ലാ മംഗളങ്ങളും വളരെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി ഈ പുത്തനാണ്ടിൽ ഉണ്ടാവട്ടെ.